പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിധരായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. IPC ഖത്തർ റീജിയൻ PIPക്ക് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട കർത്തദാസൻ പാസ്റ്റർ ബിജു മാത്യു അവറുകൾ, സെക്രട്ടറി ഷെറിൻ ബോസ്, അവരോടൊപ്പം ഈ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന എല്ലാ കമ്മിറ്റി മെമ്പേഴ്സ്, നമ്മുടെ സഭകളിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയിൽ നമുക്കൊരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനും നമുക്കൊരുമിച്ച് ഈ മീറ്റിങ്ങിൽ പങ്കുചേരുവാനും ഇങ്ങനൊരു അവസരം നൽകിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. തുടർന്നുള്ള നമ്മുടെ പ്രോഗ്രാമുകളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരുപ്പാൻ പ്രാർത്ഥനാപൂർവ്വം നമുക്കിതിൽ സംബന്ധിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കിങ്ങനെ ലഭിക്കുന്ന അവസരങ്ങൾ അത് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക്, ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം. ദൈവം നൽകുന്ന ഈ അവസരങ്ങൾ ക്രിസ്ത്യജീവിതത്തിൽ നമ്മെ വാർത്തെടുക്കുന്ന നമ്മുടെ താലന്തുകളും കഴിവുകളും എല്ലാം ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗപ്പെടുത്തുവാൻ കാരണമായി തീരുന്ന അവസരങ്ങളാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ദൈവത്തിൻ്റെ വചനം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾ അത് നിർമ്മല വചനങ്ങളാണ്. അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന ദൈവവചനത്തെ പിൻപറ്റുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ മീറ്റിങ്ങുകളൊക്കെ നിശ്ചയമായിട്ടും നമ്മുടെ ആത്മീയ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അതിന് നമ്മെ എവരെയും സഹായിക്കട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രാരംഭമായി ഓർപ്പിച്ച് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് USA നടന്ന ഒരു സർവേയിൽ മനുഷ്യർ, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ സ്ക്രീൻ ടൈം അല്ലെങ്കിൽ TV, മൊബൈൽ തുടങ്ങിയ മാധ്യമങ്ങളിൽ സമയം ചിലവഴിക്കുന്നത് വളരെ അപകടകരമായ നിലയിൽ വർദ്ധിക്കുന്നത് കണ്ടിട്ട് നല്ലൊരു കൂട്ടം ആളുകൾ ഏകദേശം 10 ലക്ഷം ആളുകൾ TV അതുപോലെ മൊബൈൽ ഒക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ടൈം വളരെ കുറച്ചു എന്നൊരു സർവേ വരികയുണ്ടായി. അതിന് കാരണം മറ്റൊന്നുമല്ല, അത് മനുഷ്യൻ്റെ ശരീരത്തെ, ആരോഗ്യത്തെ, അവരുടെ വൈകാരിക തലങ്ങളെ ഒക്കെ ബാധിക്കുന്ന ഒരു വലിയ സർവേയാണ് അവർ കണ്ടെത്തിയത്. തൽഫലമായി അങ്ങനെയുള്ള വലിയ മാറ്റം ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായതായിട്ടൊരു സർവേ പറയുന്നുണ്ട്. ഞാനത് പറയാൻ കാരണം നമ്മുടെ ഇടയിലും നമുക്കറിയാം, ഇങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ ക്രമീകരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണവും ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ ബുദ്ധിപരമായി ധാരാളം അറിവുകളും ജ്ഞാനങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ തലമുറയെ വളരെയേറെ സ്വാധീനിക്കുന്ന, അവരുടെ വൈകാരിക തലങ്ങളെ വളരെയേറെ ചൂഷണം ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ നിങ്ങളുമെല്ലാം ജീവിക്കുന്നത്. ഒരുപക്ഷെ യൗവനക്കാരെയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ മാത്രമല്ല, എല്ലാവരെയും ബാധിക്കുന്നൊരു വലിയ വിപത്തായി അത് വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ സാഹചര്യത്തിലാണ് നമുക്ക് ഇങ്ങനെയുള്ള കൂടിവരവിൻ്റെയൊക്കെ പ്രസക്തി. ദൈവസന്നിധിയിൽ വരുവാനും ഒരുമിച്ച് കൂടി വന്ന് കർത്താവിന് മഹത്വം കരയേറ്റുവാനും ക്രിയാത്മകമായ നിലയിൽ ദൈവരാജ്യത്തിനു വേണ്ടി ഒരുക്കിയെടുക്കുന്ന ഈ വലിയ പ്രക്രിയയിൽ പങ്കുചേരുവാനും ദൈവം നമ്മെ സഹായിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അറിവിൻ്റെയോ വിജ്ഞാനത്തിൻ്റെയോ ഒന്നും കുറവ് നമ്മുടെ കുട്ടികൾക്കില്ല എന്ന് നമുക്കറിയാം. പണ്ടത്തേക്കാളൊക്കെ ഉപരിയായി നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ ജ്ഞാനം വർദ്ധിച്ചിട്ടുണ്ട്, കഴിവ് വർദ്ധിച്ചിട്ടുണ്ട്. അവർ പഠിക്കുവാൻ മിടുക്കരാണ്, സമർത്ഥരാണ്. എന്നാൽ അറിവിനേക്കാൾ വിശുദ്ധിക്ക് പ്രാധാന്യം നൽകുന്നൊരു സമൂഹമാണ് നമ്മുടെ സമൂഹം. അറിവ് ആവശ്യമാണ്, എന്നാൽ വിശുദ്ധിയോടെ. വിശുദ്ധി എന്ന് പറയുമ്പോൾ ബൈബിളിന് അത് ഉപയോഗിച്ചിരിക്കുന്നൊരു പദം ഹഗിയോസ് എന്നാണ്, സെപ്പറേറ്റഡ് വൺ എന്നാണ്. കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട, എന്തിനു വേർതിരിച്ചിരിക്കുന്നു? ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി, ആ ദൈവീയ പദ്ധതിക്ക് വേണ്ടി നമ്മെ വാർത്തെടുക്കുന്ന, ഒരുക്കിയെടുക്കുന്ന ഒരു വലിയ ദൗത്യത്തിലാണ് ഞാൻ നിങ്ങളും എല്ലാവരുമായിരിക്കുന്നത്. അതിൽ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. നമ്മുടെ ഈ രാജ്യത്തും ദൈവം തരുന്ന ഈ അവസരങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അതൊരുപോലെ പ്രയോജനമായി തീരട്ടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിശ്ചയമായിട്ടും ദൈവവചന പ്രകാരം ഹൃദയ കണ്ണുകൾ പ്രകാശിച്ച് ദൈവരാജ്യത്തിനു വേണ്ടി പ്രശോഭിപ്പാൻ നമ്മെ ഏവരെയും കർത്താവ് ഒരുക്കട്ടെ. 1986 ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സ്നേഹിതൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ സ്നേഹിച്ചിരുന്ന ഒരാൾ ഇതുപോലെയുള്ളതായ ഒരു ഉദ്യമത്തിൽ ഒരു പാട്ട് പാടാനോ അല്ലെങ്കിൽ അതിലെ പ്രോഗ്രാമിൽ സംബന്ധിക്കുവാൻ എന്നെ നിർബന്ധിച്ച ഒരവസരം ഞാൻ ഓർക്കുന്നുണ്ട്. വളരെ 4 പേരുടെ മുമ്പിൽ അങ്ങനെ നിൽക്കാനോ പാട്ട് പാടാനോ ഒന്നും കഴിവുണ്ടായിരുന്ന ആളല്ലായിരുന്നു. എന്നാൽ അദ്ദേഹം എന്നെ നിർബന്ധിച്ച്, അദ്ദേഹത്തിനോട് എനിക്ക് അന്ന് ദേഷ്യമുണ്ടായിരുന്നു, നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോയി മീറ്റിങ്ങിൽ സംബന്ധിപ്പിച്ചു. അന്ന് ഞാനും എൻ്റെ മാതാവ് മാത്രമേ വിശ്വാസത്തിലുള്ളൂ. എൻ്റെ വീട്ടിലെല്ലാവരും
വിശ്വാസത്തിലുമല്ല. അപ്പോൾ അദ്ദേഹം എങ്ങനെ നിർബന്ധിച്ച് ആ ഒരു പ്രത്യേക ദൗത്യത്തിനായിട്ട് എന്നെ നിയോഗിച്ചു. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അത് നമ്മളെ ഒരു പറയുന്ന ഗുഡ് ന്യൂസ് ബാലലോകം എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനം, ഒരു കൂട്ടായ്മ കുട്ടികളുടെ ഇടയിൽ അന്നുണ്ടായിരുന്നു. അത് തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ അവിടെ ചെന്ന് അതിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ എന്നെ പിടിച്ച് അതിൻ്റെ ഒരു ഭാരവാഹിയും കൂടെ ആക്കി. എനിക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷേ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ചില നാളുകൾക്ക് ഉള്ളിൽ സംഘടനയുടെ ബാലലോകത്തിന് ചിലർക്കൊക്കെ അതറിയാമല്ലോ, ഗുഡ് ന്യൂസ് ബാലലോകം ഇപ്പോഴും ഉണ്ട്. ആ ബാലലോകത്തിൽ വെച്ചാണ് ഞങ്ങൾ ക്രമീകരിച്ച ഒരു മീറ്റിങ്ങിൽ, ഇന്ന് കർത്താവിൽ നിദ്ര പ്രാപിച്ച കർത്താവിൻ്റെ ദാസപാസ്റ്റർ എം വി ചാക്കോയുടെ ഒരു ക്ലാസ് ഒരിക്കൽ ഞങ്ങൾ തന്നെ ക്രമീകരിച്ചതാണ്. അതിലിങ്ങനെ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഉച്ച സെഷൻ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം കുട്ടികളോട് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് യെശയ്യാ പ്രവചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അവസാനമായ ഒരു മിഷൻ ചലഞ്ച് അദ്ദേഹം ആ ഉച്ചയ്ക്കത്തെ സെഷനിൽ നടത്തിയുണ്ടായി. ഞാനും എൻ്റെ സഹോദരനും വെസ്ലി സഹോദരനും ഞങ്ങൾ ഭാരവാഹികളായതുകൊണ്ട് ഈ ചോറൊക്കെ ക്രമീകരിക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു. പക്ഷേ ആ ഒരു മീറ്റിങ്ങിൽ ഞങ്ങൾ ഓടി വന്ന് ആ മീറ്റിങ്ങിൽ സംബന്ധിച്ചു. ആ മീറ്റിങ്ങിൻ്റെ ഒടുവിൽ അദ്ദേഹം ഒരു ഓൾട്ടർ കോളായിട്ട് നടത്തി, ഇതിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിങ്ങളിൽ ആരുണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ഞാൻ ഇന്നൊന്ന പോലെ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല, ഞങ്ങളന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് ഞങ്ങളെ സമർപ്പിച്ചു. പ്രൈസ് ലോർഡ്. ജീവിതത്തിലതൊരു വലിയ അസുലഭ സന്ദർഭമായിരുന്നു. ഇന്ന് വെസ്ലി പാസ്റ്റർ ഇംഗ്ലണ്ടിലെ ഒരു സഭയുടെ പാസ്റ്ററാണ്. എനിക്കും കൃപയാൽ കർത്താവിൻ്റെ വേലക്കാരനായി തീരുവാൻ ദൈവയുടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ നമ്മെ എല്ലാവരെയും ഒരുക്കിയെടുക്കുന്ന ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവസ്നേഹിലായിരിക്കാം. ഇത് സംബന്ധിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ സഭയായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും.